ഹലോ ഫ്രണ്ട്സ്, ഉച്ചക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള വരവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച മീനാണ് ഇത്. അയക്കൂറ, നെയ്മീൻ, രണ്ട് പേരുകളും പ്രശസ്തയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനെ മുറിച്ചെടുക്കാണ് കേട്ടോ. അപ്പോൾ ചിറക് ആദ്യം കട്ട് ചെയ്യുക, പിന്നെ തലയൊക്കെ കട്ട് ചെയ്യണം. തല ഞങ്ങൾ കറി വെക്കും കേട്ടോ, കളയത്തില്ല. ചെറിയ സൈസായതുകൊണ്ട് ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ. കുറച്ചും കൂടി മൂത്ത മീനാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവട്ടെ കേട്ടോ. ബിരിയാണിയൊക്കെ വെക്കാൻ സൂപ്പറായിരിക്കും. കുറച്ചും കൂടി വലിയ സൈസാണെങ്കിൽ. എന്നിട്ട് അതിൻ്റെ കുടലും പണ്ടൊക്കെ പുറത്തേക്ക് വെളിച്ചം കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ കഷ്ണാക്കാൻ തുടങ്ങിയപ്പോഴാണ് കത്തിക്ക് മൂർച്ചയില്ലാത്ത കാര്യം ഓർമ്മ വന്നത്. അതായത് കത്തി മേടിക്കണം, അല്ലെങ്കിൽ ശരിയാവത്തില്ല. പിന്നെ ഞാൻ കത്രിക എടുത്തു, എന്നിട്ട് ഒന്ന് കട്ടാക്കി എടുത്തു. അപ്പോൾ കത്രിക സൂപ്പറായിരുന്നു കേട്ടോ വെട്ടാനൊക്കെ. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. കുറച്ച് പൊരിക്കണം, കുറച്ച് തേങ്ങ അരച്ച് കറി വെക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പുളിവെള്ളം, ഇത്ര മാത്രമേ ഞാൻ മീനിലൊക്കെ മസാല പുരട്ടാനും ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. അതുതന്നെ ധാരാളം മതി. മീനിനൊക്കെ അത്രയും മസാല വേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കുകയാണ്. ചട്ടി വെച്ചപ്പോഴാണ് വെളിച്ചെണ്ണൻ്റെ ബോട്ടിൽ കാലിയായ ഓർമ്മ വന്നത്. അപ്പം വെളിച്ചെണ്ണ 400 രൂപയുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ 1 ലിറ്ററിന്. നമ്മൾ സാധാരണക്കാർക്കൊക്കെ ജീവിക്കാൻ കുറച്ച് പാട് വീട്ടും കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉലുവ പൊട്ടിച്ചതിന് ശേഷം വെളുത്തുള്ളി ചതച്ചത്, ഒരു സവാള, ഒരു ഉണ്ടപ്പുളി, നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് ഉദ്ദേശിച്ചത്, പിന്നെ പച്ചമുളക്, കറിവേപ്പില, അത് വഴന്ന് വരുമ്പോൾ 2 തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇതൊക്കെ ഒന്ന് വഴന്ന് കിട്ടണം. മൂത്ത് വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ആവശ്യമുണ്ട്. ഒരു മുറി തേങ്ങയിലേക്ക് വലിയ ജീരകം, കുറച്ച് സവാള, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതാ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാറിന് ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല തിള വരുമ്പോൾ നമ്മൾ അയക്കൂറ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതിൻ്റെ തലയും കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് മീൻ വെന്ത് വരുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടാൽ നമ്മളെ കറി റെഡിയായി. ഇതിനുശേഷം ഞാൻ മുറ്റത്തേക്ക് ഓട്ടോ തുണിയൊക്കെ ആറിയിടണ്ടേ, ഉണങ്ങി കിട്ടണ്ടേ. പിന്നെ അത് അവിടെ കിടക്കുന്ന ചെറിയ ചെടികളുണ്ടായിരുന്നു കേട്ടോ. അതിനും വെള്ളം ഒഴിച്ചു കൊടുത്തു. അതിനും ഭക്ഷണമൊക്കെ വേണ്ടേ, നമ്മൾ മാത്രം കഴിച്ചാൽ മതിയോ. പിന്നെ ഉമ്മ സ്വീറ്റ് കോണായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്വീറ്റ് കോൺ പുഴുങ്ങി കൊണ്ടുവന്നതാണ്. ഉമ്മ അപ്പുറത്താണ് താമസം. ഉമ്മ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കിയാൽ എനിക്ക് കൊണ്ടുതരാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും തിന്നിട്ട് എവിടെ എത്തിയിട്ടില്ല. നല്ല വിശപ്പൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ മീനൊക്കെ പൊരിച്ചു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ച ഊണാണ് കേട്ടോ. പയറുപ്പേരി ഉമ്മ കൊണ്ടുവന്നാണ്. നല്ല കാന്താരിയൊക്കെ ഇട്ടിട്ടുള്ള പയറുപ്പേരി ആയിരുന്നു. അയക്കൂറക്കറിയും അയക്കൂറ പൊരിച്ചതും പയറുപ്പേരിയും കൂട്ടി കുഴച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉച്ചയൂണ് ഇതൊക്കെയായിരുന്നു. എല്ലാം കൂട്ടി പിടിച്ചൊന്ന് വായിലിട്ടപ്പോൾ അടിപൊളിയാണ്, ഒന്നും പറയാനില്ല, സൂപ്പർ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ. ഓക്കെ, ബൈ ബൈ.